എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശ നിന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് നബിയ്യനാ റസൂലുള്ളാഹി ഉറക്കെ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്ലാം മനുഷ്യരെ പരിശീലിപ്പിച്ചിട്ടുള്ള നിരാശ ജീവിതത്തിൽ പാടുണ്ടോ? ഉണ്ടോ? നിരാശ സാധാരണ ഭാവമല്ല, മനസ്സിലാക്കിക്കോ. നിരാശ എന്ന് പറയുന്നത് ഒരു സാധാരണ തെറ്റല്ല, അതൊരു വലിയ തെറ്റാ. ഇത് നിരാശ എന്ന് പറഞ്ഞ എന്താ? പ്രതീക്ഷ അറ്റുപോവുക. മക്കളില്ല അല്ലേ, 10-15 കൊല്ലമായി മക്കളില്ല, വയസ്സ് കുറയായി ഉസ്താദെ മക്കളില്ല, ഇനിയിപ്പോ ഉണ്ടാകില്ല, അല്ലാഹ് തരൂല എന്നതിനർത്ഥം. നിരാശ. നമ്മുടെ പള്ളിക്ക് വേണ്ടി 1 ടണ്ണ് കമ്പിയുടെ പൈസ തന്ന നമ്മുടെ തിരൂരുള്ള ഒരു സഹോദരൻ 20 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലാഹ് ഒരു സന്താനത്തിന് കൊടുത്ത്. നമ്മുടെ ഉപാസിക്കാരുടെ പ്രായമൊന്നും അല്ലെന്ന് തോന്നില്ല, അണ്ണൻ കേട്ടില്ല, നല്ല പ്രായമുള്ള ഒരാളാ. നമ്മുടെ സജിയണ്ണന്റെ ഒക്കെ പ്രായം ഉണ്ടാകും അദ്ദേഹത്തിന്. 40 വയസ്സ് കഴിഞ്ഞില്ലേ? 40 വയസ്സൊക്കെ കഴിഞ്ഞു. ചെറിയൊരു മകൾ, 8, 6, 7 വയസ്സുള്ളൊരു മകളുണ്ട്. 20 കൊല്ലം കഴിഞ്ഞിട്ട് അള്ള സന്താനത്തിന് കൊടുത്ത്. അദ്ദേഹത്തിന്റെ സഹോദരനും മക്കളില്ല. ഞാൻ പറഞ്ഞു, വേറെ വഴുതൊന്നും കേൾക്കണ്ട, കൂടപ്പുറപ്പിനെ നോക്കിയാൽ മതി, അള്ള തരാൻ കഴിവുള്ളവനാണെന്ന് അതിനേക്കാളും വലിയ തെളിവില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിരാശ ജീവിതത്തിൽ പാടില്ല. നിരാശ വന്നുപോയാ റബ്ബിന്റെ സഹായം നിന്നുപോകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ജീവിതത്തിൽ നിരാശ വന്നുപോയാൽ പടച്ച റബ്ബിന്റെ സഹായം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തുന്നത്. ഒരിക്കലും നിരാശ പാടില്ല. മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂരിഭാഗം മനുഷ്യരും ആത്മഹത്യയ്ക്ക് പ്രചരിപ്പിക്കുന്നത്, ഈ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊടുക്കുന്നത് നിരാശയാണെന്ന ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, വലാ തഅസൂ മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ജീവിതത്തിൽ നിരാശയുള്ളവര് കേട്ടോ, ജീവിതത്തിൽ നിരാശപ്പെടുന്നവര് കേട്ടോ, ഈ ആയത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ.